നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ തളരുന്നത്, നമ്മുടെ ശരീര നാഡീ നരമ്പുകളൊക്കെ ഏറ്റവും ദുർബലമാകുന്ന സമയപ്പോഴാണ്. നമ്മളെ നാഡീ നരമ്പുകളൊക്കെ ദുർബലമായി നമുക്ക് എത്ര മസിൽ പവർ ഉണ്ടെങ്കിലും, നമുക്ക് എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും ഈ ആരോഗ്യമൊക്കെ പെട്ടെന്ന് തളർന്നു പോകുന്ന സമയപ്പോഴാണ്. പ്രായമാകുമ്പോഴല്ലോ, രോഗം വരുമ്പോഴല്ലോ, അതൊക്കെ സാധാരണ ഉള്ളതല്ല. നമ്മളെ നാഡീ നരമ്പുകളൊക്കെ തളർന്നു പോയി, നമ്മളെ മസിലിന്റെ പവറൊക്കെ പെട്ടെന്ന് തളർന്ന് പോകുന്ന സമയം മരണസമയമാണ്. അത് ഏത് ചെറുപ്പക്കാരനാണെങ്കിലും ഏത് യുവാവാണെങ്കിലും എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും മരിക്കുന്ന സമയത്ത് നാഡീ നരമ്പുകളൊക്കെ തളർന്ന് അവന്റെ മസിലിന് ഒരു പവറും ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ സമയത്തും പവറോടുകൂടി നിൽക്കേണ്ട ഒരു അവയവുണ്ട്. ഏതാ? നാവ്. ആ സമയത്തും നാവ് തളർന്നു പോകരുത്, നാവ് കുഴഞ്ഞു പോകരുത്. നാവിന് ശക്തി കിട്ടണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയണം. മനസ്സിലായില്ലേ? അതിനെന്ത് വേണം? നാവിന് വളം കൊടുക്കണം, നാവ് നനച്ചു കൊടുക്കണം. നാവിന്റെ വളവും നാവിന്റെ നനവും ദിക്റാണ്, ദിക്റുള്ളാണ്. വലിസാനൻ ദാക്കിറൻ, വലിസാനൻ ദാക്കിറൻ, ദിക്ർ പറയുന്ന നാവ്. അപ്പം ദിക്റുകൾ ധാരാളം ഒരു ദിവസം ചൊല്ലുമ്പോൾ അതാണ് നാവിനുള്ള വളം, നാവിനുള്ള ശക്തി. അതാണ്. ആ നാവ് തളരൂല, ആ നാവ് കുഴങ്ങൂല. ഏത് ഘട്ടത്തിലും ആ നാവ് നാഡീ നരമ്പുകളും മസിലുകളും ഒക്കെ ശരീരം മുഴുവനും തളർന്നു പോകുന്ന സമയത്ത് നാവ് ബലത്തോടു കൂടി നിൽക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയും. അതാണ് ലിസാനുക ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ് എന്ന് റസൂൽ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കണം. അത് ആ നാവ് അവസാനം നമ്മൾ ചൊല്ലിയ ഒരുപാട് ദിക്റുകളിൽ അവസാനത്തെ ദിക്ർ ഏറ്റവും അഫ്ളൽ ദിക്റാവട്ടെ. ഏറ്റവും അഫ്ളലായ ദിക്ർ ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പം അതാണ് സബാത്ത്. ആ സബാത്തും ലഭിക്കാൻ അള്ളാഹ് പറയുന്നത് എന്താണ്? ആ ഉപദേശം അവർ, ഖുർആനിന്റെ ഉപദേശം അവർ, വലൗ അന്നഹും ഫഅലു മാ യുഅദുന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീത. അവർക്കതാണ്. അപ്പം അതിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? അവർക്ക് ത്യാഗങ്ങൾ ചെയ്യാൻ കഴിയും. നാട് വിട്ടു പോകാൻ പറഞ്ഞാൽ നാട് വിട്ടു പോകും, മരിക്കണം എന്ന് പറഞ്ഞാൽ മരിക്കും. ഇതൊക്കെ കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യുള്ളൂ എന്നാണ്. നമുക്കിപ്പോ നാട് വിട്ടു പോകണ്ട, നാട് വീട് വിട്ടു പോകേണ്ട ആവശ്യമില്ല. അള്ളാന്റെ മാർഗത്തിൽ മരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? പിന്നെന്താ ചെയ്യേണ്ടത്? ആ സ്ഥാനത്തുള്ള അള്ളാന്റെ മാർഗത്തില് നാട് വിട്ട് പോകാനും പറഞ്ഞിട്ടില്ല, അള്ളാന്റെ മാർഗത്തിൽ മരിക്കാനും പറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ചെല്ലപ്പോ ഉണ്ടാവും, എന്താ അവസ്ഥ ഉണ്ടാവും? ഇല്ല. അതിന്റെ സ്ഥാനത്ത് വേറെ രണ്ട് കാര്യം ഉണ്ട്. എന്താ? നമുക്ക് വേറെ രണ്ട് കാര്യമുണ്ട് ആ സ്ഥാനത്ത് ചെയ്യാൻ. ഒന്നെന്താ? ഒന്ന് ഇസ്ലാമിക ദേവത്ത്, രണ്ടെന്താ? രാത്രി നിസ്കാരം, തഹജ്ജുദ്. ഇത് രണ്ടും പലപ്പോഴും ആൾക്കാർക്ക് പ്രയാസ. അള്ളാന്റെ മാർഗത്തിൽ മരിക്കണം എന്ന് പറഞ്ഞു, ജിഹാദ് ചെയ്യണം. ആ ജിഹാദ് അള്ളാന്റെ മാർഗത്തിലെ ദേവത്താണ്, നമ്മൾ ചെയ്യാം. അതിന് ആ ദേവാരംഗത്ത് പ്രവർത്തിക്കാനാണ് പലപ്പോഴും നമുക്ക് ടൈമില്ലാത്തത്, വലിയ പ്രയാസമായിട്ട് തോന്നും. രണ്ടാമത്തെ കാര്യം എന്താണ്? നാട് വിട്ടു പോകണമെന്ന് പറഞ്ഞു നമ്മൾ റൂം വിട്ടു പോയാൽ മതി, നാട് വിട്ടൊന്നും പോണ്ട. നാട് വിട്ടും വീട് വിട്ടൊന്നും പോണ്ട, റൂമൊന്നും എഴുന്നേറ്റാൽ മതി, ബെഡ്മൊന്നും എഴുന്നേൽക്കാനുള്ള ഒരു ഇതുണ്ടായാൽ മതി. ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ സുബഹിന്റെ മുമ്പ്, ഏറ്റവും ചുരുങ്ങിയത്. വലിയൊരു പ്രയാസമായിട്ട് തോന്നും. അത് നമുക്ക് മറ്റേന് പകരം നമുക്ക് ചെയ്യാനുള്ള കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിനൊക്കെ എന്ത് വേണം? അതിനൊക്കെ ഒരു താല്പര്യം, ഉഷാറും ഒക്കെ ചെയ്യാം. വളരെ കുറച്ചു പേര് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ആ കുറച്ചു പേരിൽ ഉൾപ്പെടാൻ കഴിയണം നമുക്ക്. അല്ലാഹു സഹായിക്കട്ടെ. അപ്പൊ അതിന് ഖുർആൻ പറഞ്ഞത് ആ ഖുർആനിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പറഞ്ഞു, ചില ആളുകളുണ്ട്, ഇന്ന് പറയാനുള്ള കാര്യം ഇതാണ്. ചില ആളുകളുണ്ട്, അവർക്ക് ഉപദേശം കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും ഒരുപോലെയാണ്. ഉപദേശങ്ങൾ കേട്ടാലും, ഖുർആനിന്റെ ഉപദേശം കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും ഒരുപോലെയാണ്. ചില ആൾക്കാർ കേൾക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരു ചെയ്യൂല. ചില ആൾക്കാർ അത് കേൾക്കാനേ തയ്യാറാവൂല, അതുകൊണ്ട് വരാനേ തയ്യാറാവൂല. ഇത് രണ്ടും ഒരേപോലെയാണ്. ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാലും എന്താ പ്രശ്നം? മുൻകാല ആളുകൾക്ക് സംഭവിച്ച വലിയ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും, നേരിടേണ്ടി വരും. ആദ് സമൂഹത്തിന്റെ ചരിത്ര ഖുർആനിലെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആദ് സമൂഹത്തിന്റെ ചരിത്രം, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാ?
ഹൂദ് ഹൂദ് എന്താ അവരുടെ പ്രത്യേകത എന്താ? ഈ ആദ് സമൂഹത്തിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ ആ ടൈം, ആ സമൂഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ? സമ്പത്തുണ്ട്, പിന്നെ അതൊക്കെ ഉണ്ട്. അതിന് അപ്പുറമുള്ള വേറെ കാരണം, വേറൊരു വിഷയം എന്താ? ആരോഗ്യം, സമ്പത്തൊക്കെ ഉണ്ട് അവർക്ക്. അതിലപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് എല്ലാ സമൂഹത്തിലുള്ളതാണ്. എന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും ആദിനെ പറ്റി പറയുമ്പം പഠിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ അറിയോ? ആദ് സമൂഹം എന്ന് പറഞ്ഞാൽ നൂഹ് നബിന്റെ കപ്പലിൽ നിന്ന് ഇറങ്ങിയ 80 ആൾക്കാരാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ നമ്മളെ മനസ്സിൽ എപ്പോഴും വരേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നൂഹ് നബിന്റെ കൂടെ നൂഹ് നബി 950 കൊല്ലം പ്രബോധനം ചെയ്തു. കാരണം ഭൂമിയിൽ മനുഷ്യന്മാർ അവിടെ മാത്രമേ ഉള്ളൂ, വേറെ കൊടുക്കും ആയിട്ടില്ല. ഒരു സമൂഹമായിട്ട് ജീവിച്ച് തുടങ്ങണുള്ളൂ. അങ്ങനെയാണ് 950 കൊല്ലം പ്രബോധനം മാത്രം. പിന്നെ 40 കൊല്ലം നബി ആകാള കാലം കൂടി കൂട്ടിക്കളി, അപ്പൊ ഏകദേശം 1000 കൊല്ലം. പിന്നെ എത്ര ആളെ കിട്ടിയത്? 80 ആളെ കപ്പലിൽ കയറിയത്. ആ 80 ആള് കപ്പലിൽ കയറുമ്പം നൂഹ് നബി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു. എന്തെന്നാ പ്രാർത്ഥന? റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ ബറകല്ലാഹു ബാരിക് ഫീകും തഖബ്ബലല്ലാഹു ജസാക്കുമുല്ലാഹു ഖൈറ. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹും റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ. അള്ളാഹ് അതിന് മറുപടി കൊടുത്തു. ആ പ്രാർത്ഥനയ്ക്ക് അപ്പം തന്നെ ജവാബ് കൊടുത്തു. ഉത്തരം കിട്ടിയ പ്രാർത്ഥന, യാ നൂഹ് ഇഹ്ബിത് മിന്നാ ഇഹ്ബിത് ബിസ്സലാമി മിന്നാ വബറകാത്തിൻ. ചോദിച്ചത് എന്താണ്? ബറക്കത്താ ചോദിച്ചത്. ഒരു ബറക്കത്തുള്ള ഒരു സമൂഹമാക്കി മാറ്റി റബ്ബേ എന്ന് പറഞ്ഞു. അള്ളാഹ് അപ്പം തന്നെ യാ നൂഹ് നബിനെ വിളിച്ച് പറഞ്ഞു, നൂഹേ കപ്പലിൽ ഇറങ്ങിക്കോ. നിങ്ങൾ ഈ കപ്പൽ ഇറങ്ങുമ്പം നമ്മിൽ നിന്നുള്ള സലാമത്തിലും ബറക്കത്തിലുമായിട്ട് ഇറങ്ങുന്ന പറഞ്ഞത്. സലാമി മിന്ന ബറക്കാത്തിൻ. അള്ളാഹ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കൊടുത്തവർക്ക് ആ 80 ആള് മനസ്സിലാക്കണം. ആ 80 ആള് അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ആ പ്രളയത്തിൽ മരിച്ചുപോയി. എല്ലാം മരിച്ചു പോകുക മാത്രമല്ല, മുഴുവൻ നശിച്ചു. കാരണം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങിപ്പോയാൽ പിന്നെ എന്താ ഉണ്ടാകുക? അവിടെ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അത് ഏറ്റവും മലയുടെ ഉച്ചിയിൽ വരെ വെള്ളം എത്തിയിട്ടാണ് പിന്നെ ഇറങ്ങിയത് വെള്ളം. അങ്ങനെ അവര് ഇറങ്ങണത് എവിടെ? ജൂതി പർവ്വതത്തിന്റെ മേലെ. ഖുർആൻ അള്ളാഹ് പറയുന്നുണ്ട്, ജൂതി പർവ്വതത്തിന്റെ ആ പേരെന്നെ ജൂതി, ഖുർആനിൽ പ്രയോഗിച്ച വാക്കാം. അതിന്റെ മേലെ, മലന്റെ മേലെ പോലെ ഇറങ്ങണത്. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ആ മലന്റെ മേലിൽ നിന്ന് വെള്ളം ഇറങ്ങിയ ശേഷം പിന്നെ താഴോട്ട് ഇറങ്ങണം. ആ ഇറങ്ങിയ ഭൂമിയിൽ അവര് തൊട്ടതൊക്കെ പൊന്നായി. അവർക്ക് ധാരാളം മക്കളുണ്ടായി. കാരണം ആ 80 ആൾക്ക് പിന്നെ അങ്ങോട്ട് അവരണ്ട് ജീവിക്കാൻ തുടങ്ങി. അവരിൽ സന്താനങ്ങൾ ഉണ്ടായി. സന്താനങ്ങൾ തന്നെ അവർക്ക് ഇഷ്ടംമാതിരി മക്കളായി. അതുപോലെ തന്നെ മുതലും കണ്ടമാനം മുതൽ കിട്ടി. ആ ഉള്ള ഏരിയയും ഭൂമിയും പിന്നെ അല്ലാണ്ട് കായികനികളൊക്കെ നിറച്ചിട്ട് വളക്കൂറുള്ള മണ്ണാക്കിനും മാറ്റിയിട്ട് അവർ പെട്ടെന്ന് സമ്പന്നരായി. ധാരാളം അള്ളാഹ് നീട്ടിക്കൊടുത്തു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൊടുത്ത ബർക്കത്താണ് അവരെ ഹൈറ്റും വെയിറ്റും. ഭയങ്കര ഹൈറ്റുള്ള ആൾക്കാർ, ഭയങ്കര വെയിറ്റുള്ള ആൾക്കാർ, മലകൾ തുരന്നിട്ട് വീടുകൾ ഉണ്ടാക്കി. അതൊക്കെ പിന്നെ എൻ്റെ ഭാഗ്യമാണ് ഇതിൻ്റെ ബാക്കിൽ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൂദ് നബിയുടെ ചരിത്രം പറയുമ്പം ആദ് സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായത്? ഈ കപ്പലിൽ കയറിയ ആൾക്കാർ ഈമാൻ എത്ര ഉണ്ടാവും? സ്വന്തം മോൻ വരെ എന്തായിട്ടില്ല, കപ്പലിൽ കയറിയിട്ടില്ല. കപ്പൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇവര് കളിയാക്കി പറഞ്ഞ ഖുർആൻ അത് പറയുന്നുണ്ട്. അത്ര ഈമാനുള്ള ആൾക്കാരെ കയറിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ എന്തുണ്ടായെന്ന് അറിയാം, പിന്നെ അവർ ഈ ഉപദേശം, ദൈവികമായ ഉപദേശം പിന്നെ അവരെന്താക്കിയില്ല, ചെവി കൊണ്ടില്ല. പിന്നെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ വാക്കൊന്നും, കാരണം അവിടെ ഹൂദ് നബി അവരെ കൂട്ടത്തിൽ തന്നെ പെട്ട, അവർ സഹോദരനാണ്, രക്തബന്ധമാണ് അവർക്ക്. എന്നിട്ട് അവർ പറഞ്ഞ വാക്കുണ്ട്. അതാണ് ഈ അപ്പം നമ്മൾ ആദ്യം വായിക്കുമ്പോൾ അത് നമ്മളെ മനസ്സിൽ ഓർമ്മ വേണം. നമ്മൾ ഖുർആന്റെ ഓരോ ആയത്തും വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ പാശ്ചാത്തലം എന്താണ് സംഭവം നമ്മൾ അറിഞ്ഞിട്ട് വേണം വായിക്കാൻ. അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ആദ്യത്തെ ആയത്ത് വായിക്കുക. ഇത് ഖാലലഹും അഖൂഹും ഹൂദുൻ. ഹൂദ് അവരുടെ സഹോദരനായ ഹൂദ് അവരോട് പറഞ്ഞു, അലാ തത്തഖൂൻ, നിങ്ങൾ എന്താണ് അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കാത്തത്? എന്താണ് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കാത്തത്? ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞങ്ങൾക്ക് വിശ്വസ്തനായ ഒരു റസൂലാണ്. അള്ളാഹ് നിയോഗിച്ചതാണ് എന്നെ, ഞാൻ പറഞ്ഞത് കേൾക്കണം. വിശ്വസ്തനായ റസൂലാണ്.
ഫത്തഖുല്ലാഹ വാത്തിയൂൻ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണം. അല്ലാഹനെ സൂക്ഷിക്കണം. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. എനിക്ക് അതിനൊന്നും തരണ്ട. എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ ഒന്നും ഞാൻ റബ്ബുൽ ആലമീന്റെ പ്രതിഫലമല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കണം, ഞാനൊന്നും വാങ്ങണില്ല, ഞാൻ നിങ്ങളോട് ചോദിക്കണില്ല. അസ്അലുക്കും, നിങ്ങളോട് ഞാനൊന്നും ചോദിക്കൂല, ഒന്നും ചോദിക്കൂല. നിങ്ങൾ റബ്ബിന്റെ കൂലിയല്ലാതെ. അതബൂന ബികുല്ലി റിയഇൻ ആയത്തൻ തഅബസൂൻ. നിങ്ങൾ വെറുതെ പൊങ്ങച്ചം കാണിക്കാനായി എല്ലാ കുന്നിൻ പ്രദേശങ്ങളിലും നിങ്ങൾ പ്രതാപത്തിന്റെ ചിഹ്നങ്ങൾ അഥവാ ഗോപുരങ്ങൾ കെട്ടിപ്പടുക്കുകയാണോ? നിങ്ങൾക്ക് എന്നെന്നും താമസിക്കാമെന്ന രൂപത്തിൽ നിങ്ങൾ മഹാവീടുകൾ സൗധങ്ങൾ ഉണ്ടാക്കുകയാണോ? അത് ബിൽഡിംഗ് മല തുറന്നു കണ്ടത് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നത് കണ്ടാല് ഓലിഞ്ഞ് കാലാകാലം മരിക്കാതെ പടത്തന്നെ ഉണ്ടാവും എന്നുള്ള കോലത്തിലാണ് ഒരു പെരണ്ടാക്കണേ, വീടുണ്ടാക്കണേ. ഒരു മനുഷ്യൻ ജീവിക്കാൻ തന്നെ 10-60 കൊല്ലാണ്, അല്ലെ? ഒരു തലമുറ ജീവിക്കാൻ 100 കൊല്ലാണ്. ഇത് വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഇവർ ഈ എന്നും കാലാകാലം ഇവിടെ ഉണ്ടാവുന്ന നിലക്കാണ് നിങ്ങൾ വീടുണ്ടാക്കണത്. ഇതാ പത്തഷ്ടും ജബ്ബാരി. നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ നിഷ്ഠൂരന്മാരായിക്കൊണ്ട് ബലം പ്രയോഗിക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഭയങ്കര ഗുണ്ടകള് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും കൊലപാതകങ്ങളും നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മയൊന്നുമില്ല ഒലിക്ക്, വെറും ഏതാ പത്തഷ്ടും ജബ്ബാരി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെറിയൊരു കുന്തൽ തള്ളലൊക്കെ പകരം ഭയങ്കരമായിട്ട് അവർ അറ്റാക്ക് ചെയ്യാണ്. ഇത്ര നിഷ്ഠൂരന്മാരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. വത്തഖുല്ലാഹ വാത്തിയൂൻ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കേ, എന്നെ അനുസരിക്കേ. കണ്ട എത്ര വട്ടായി പറയണേ. വത്തഖുല്ലദി അമദ്ദക്കും ബിമാ തഅമലൂൻ. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന എത്രയോ സുഖസൗകര്യങ്ങൾ മുഖേന നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ സൂക്ഷിക്കുക. എന്താ ഓൽക്കന്നെ അറിയാം, നമ്മൾ കപ്പലിൽ കയറി വന്ന ആൾക്കാരാണ്, നമുക്ക് കിട്ടിയ സഹായമൊക്കെ അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന അള്ളാഹു നിങ്ങൾക്ക് തന്ന സഹായങ്ങൾ നിങ്ങൾ മറക്കരുത്. അല്ലാഹനെ സൂക്ഷിക്കണം. അമദ്ദക്കും ബി അൻആമിൻ വബനീൻ. നിങ്ങൾക്ക് കണ്ടമാനം കാലികളെയും പിന്നെ മക്കളെയും തന്നു. ഈ കപ്പലിൽ കയറുമ്പോൾ അള്ളാഹ് പറഞ്ഞ കൽപ്പന എന്താ? എല്ലാ വസ്തുക്കളിൽ നിന്നും 2 വീതം ജോഡി ഇണകളെ കയറ്റാൻ വേണ്ടി പറഞ്ഞിരുന്നു, അല്ലെ? അത് അങ്ങോട്ട് ഇറക്കിയപ്പോ എന്താ ഉണ്ടായെന്നറിയാം? ഒരു ചെടി പോലും പാടിപ്പോയിട്ടില്ല. അവർ കയറ്റിയ ഒരു മൃഗത്തിന് പോലും രോഗം വന്നിട്ടില്ല. ആ മൃഗങ്ങൾ അങ്ങോട്ട് പെറ്റി പെരുക ചെയ്തത്. അതാണ് അവരുടെ സമ്പത്ത്, കാലിസമ്പത്ത്. അവർ അന്നുണ്ടായിരുന്ന എല്ലാ ചെടികളും എല്ലാം അവർ പറിച്ച് കപ്പലിൽ കയറ്റിയാണ്. അത് മുഴുവനും അവർ കപ്പൽ ഇറങ്ങിയപ്പോൾ അവിടെ നട്ടിട്ടുണ്ട്. അത് മുഴുവനും അങ്ങോട്ട് പടർന്ന് പന്തലിച്ചു, പെട്ടെന്ന് വലുതായി. പെട്ടെന്ന് അതിൽ കായ്കനികൾ വന്നു. അപ്പം ഹൂദ് നബി പറയാണ്, നിങ്ങൾ മറക്കണ്ട, ധാരാളം മക്കൾ നമുക്കുണ്ടായി. മനസ്സിലായില്ലേ? ഒരുപാട് സമ്പത്ത് നമുക്കുണ്ടായി, ഒരുപാട് മുതൽ നമുക്കുണ്ടായി, ഒരുപാട് കന്നുകാലി കാലിസമ്പത്ത് ഭയങ്കര. കാരണം മലയോരങ്ങളിൽ ഓരോ മലപ്രദേശത്ത് ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്ന കന്നുകാലികൾ, അതൊക്കെ വലിയ സമ്പത്തായിരുന്നു. തോട്ടങ്ങളും അരുവികളും. ജന്നാത്ത് സ്വർഗല്ല പടത്തോ, ആ ദുനിയാവിലെ തോട്ടാണ്. അതായത് പിന്നെ അവർ ഈ വച്ച ചെടികളൊക്കെ വലുതായിട്ട് കണ്ടമാനം മുന്തിരിത്തോട്ടങ്ങളും ഈത്തപ്പഴത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു കവിഞ്ഞു. അതോടൊപ്പം പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഇറങ്ങിപ്പോയ സ്ഥലത്ത് പിന്നെ ഭൂമിക്ക് വലിയ മണ്ണിനൊന്നും വലിയ വളർന്നും ഉണ്ടാവില്ല. പലപ്പോഴും അതെന്തായിരിക്കും, ഈ ചെളികളൊക്കെ ആയിട്ട് മാറും. പക്ഷെ അതൊന്നും ഉണ്ടാക്കിയില്ല. അള്ളാഹു തആല എന്താക്കി? ചെറിയ 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 അരുവികൾ എല്ലായിടത്തും ഉണ്ടാക്കി കൊടുത്തു. വയ്യോനെ ആ അരുവികളിൽ നിന്നൊക്കെ ഇവർക്ക് നനക്കാനുള്ള കന്നുകാലികൾക്കും ചെടികൾക്കും തോട്ടത്തിലൊക്കെ നടക്കാൻ ഇഷ്ടം പോലെ വെള്ളം കിട്ടി. അതുകൊണ്ട് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. ഒരു ഭയങ്കര ശിക്ഷയെ ഞാൻ ഭയപ്പെടുകയാണ്. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ഭയങ്കര ശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ട്. ആ ശിക്ഷ ഞാൻ ഭയപ്പെടുകയാണ്. അപ്പൊ അവര് പറഞ്ഞ മറുപടിയാണ്, വായിക്കേ. ഖാലു സവാഉൻ അലൈനാ അവഅൽത അം ലം തകും മിനൽ വാഇദീൻ. നീ ഞങ്ങളെ ഉപദേശിക്കണ്ട, നീ ഉപദേശിച്ചാലും ഉപദേശിച്ചില്ല ഞങ്ങൾക്ക് ഒരേപോലെയാണ്. നീ ഞങ്ങൾ ഉപദേശിച്ചാലും ഉപദേശിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരേപോലെയാണ്, ഞങ്ങൾ കേൾക്കാൻ പോണില്ല. അതിന് ശേഷം പിന്നെ പറയുന്ന ആയത്തുകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കേണ്ടി. ഇതാണ് നമ്മളെ പോയിന്റ്, അതാണ് അവർ പറഞ്ഞ വാക്ക്. അപ്പൊ ചില ആൾക്കാർ അങ്ങനെയാണ്, ചില ആൾക്കാർ ഉപദേശം കേൾക്കാനും തയ്യാറാവില്ല. ചില ആൾക്കാർ ഉപദേശിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഉപദേശിച്ചിട്ട് നമ്മൾ പോണ പോക്കെ പോവുള്ളൂ എന്ന് പറയും. അവർക്ക് ശിക്ഷ ഇറങ്ങിയെന്നാ പറഞ്ഞത്. ഞാൻ അത് വായിച്ചു നോക്കേണ്ടി. എന്താ ഉണ്ടായി ശിക്ഷ അറിയുന്നത്? എന്താ? ആദിനെങ്ങനെയാണ് നശിപ്പിച്ചത്?
فأما عاد فأهلكوا بريح صرصر عاتية سخرها 7 ليال و8 أيام حسوما 8 പകലും 7 രാത്രിയും തുടർച്ചയായി അടിച്ചു വീഴ്ത്തിയ സർസറേ എന്ന കാറ്റ്, ആ കാറ്റിലൂടെ അല്ലാഹു തആല അവരെ നശിപ്പിച്ചു. കാറ്റങ്ങട്ട് അടിച്ചിട്ട് അവര് 7 രാവും 8 പകലും. അത് ഖുർആനിൽ പറയും, സുഹൃത്ത് പിന്നെ ഹാക്കന്റെ ആദ്യ ഭാഗത്ത് കാണാം. ഒന്നുമില്ലാത്തവരെ കൊട്ടാരങ്ങളും എല്ലാം ആ കാറ്റിൽ അവരുണ്ടാക്കിയ കുന്നുകൾ തുരന്നുണ്ടാക്കിയ വീടൊക്കെ മൂടിപ്പോയി. പ്രസാദ് സുലമിന്റെ ആ കേസല്ലെങ്കിൽ കാണാം, ചരിത്രഭൂമികളുള്ള കേസല്ലേ കാണാം, മണ്ണ് ഖനനം ചെയ്ത് മാറ്റിയെടുത്തിട്ട് ഒരുപാട് ആയത്തിൽ മാറ്റിയെടുത്തിട്ടാണ് പല വീടുകളും കണ്ടെത്താൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ കാറ്റടിച്ചിട്ടും മണൽ കൊണ്ടതൊക്കെ മൂടിപ്പോയി. അങ്ങനെ അതിന് മുകളിൽ വേറെ കുന്നുകളായി മാറിയതാ. ഈ കുന്നുകൾ തുരന്ന് വീടുണ്ടാക്കിയവരുടെ വീടിന് മുകളിൽ വേറെ കുന്നു വന്നു എന്നാ പറഞ്ഞത്. ആ കുന്നിന്റെ ഉള്ളിലായി പോയതാ, ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഉപദേശങ്ങൾ അങ്ങനെയാണ്. ഇവരെന്താ പറഞ്ഞത്? ആയത് വായിക്കട്ടെ. കാലു സവാഉൻ അലൈന അംലം തക്കുമിനൽ വാഇദി. ഇതേ ഒരു ആശയം വേറെ സൂറത്തിൽ നിങ്ങൾ കേട്ടില്ലേ? ഒന്ന് പറയാൻ പറ്റുമോ? ഏതാ? നമുക്കൊക്കെ മനപ്പാടുള്ള ഒരു സൂറത്തുണ്ടല്ലോ. ഇതേ ആശയം പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, സവാഉൻ അലൈന വഅൽത വലം തകുൻ വാഇദിൻ. ഇതേപോലെ മുന്നറിയിപ്പ് നൽകിയാലും താക്കീത് പറഞ്ഞാലും ഉപദേശം കൊടുത്താലും ഉപദേശം കൊടുത്തില്ലെങ്കിലും സമാണ്. യാസീൻ വൽ ഖുർആനിൽ എന്താണ് അള്ളാഹ് സത്യം? യാസീന്റെ പ്രത്യേകത ഖുർആനെ കൊണ്ട് സത്യം ചെയ്താ പറഞ്ഞത്. ഖുർആനെ കൊണ്ട് സത്യം ചെയ്ത് തുടങ്ങുന്ന സൂറത്ത് യാസീൻ. ഖുർആൻ എന്താണ്? ഖുർആൻ ഹക്കീമാണ്. എന്താ ഖുർആൻ ഹക്കീം എന്ന് പറഞ്ഞാൽ? ആശയസമ്പുഷ്ടമായ തത്വസമ്പൂർണമായ ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞതാണ് ഖുർആനിലെ ആശയങ്ങൾ, ഖുർആനിലെ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, അതിനർത്ഥം ഗ്രഹിക്കണം. ഖുർആൻ ഹക്കീമാണ്. അതെ, സൂറത്ത് തന്നെ അങ്ങനെയാണ്. എന്നിട്ട് ആ ആയത്ത് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെന്തിനാണ് ഈ ഖുർആൻ? മുന്നറിയിപ്പാണ്, താക്കീതാണ്. ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള താക്കീത് മുന്നറിയിപ്പുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം അല്ലാഹു പറയാണെന്ത്? പിന്നെ അവര് പറഞ്ഞു, എന്താ പറഞ്ഞത്? സവാഉൻ അന്തർത്ഥവും അംലം. അവർക്ക് ഉപദേശം കൊടുത്താലും മുന്നറിയിപ്പ് കൊടുത്താലും ഇല്ലെങ്കിലും അവർക്ക് സമാനം. ഇതുപോലെ ഈ സവാഉൻ അംലം തക്കുമിനൽ വാഇദി എന്ന് പറഞ്ഞില്ലേ ഊദിനെ, പിന്നെ അതെ. എന്നിട്ട് അവസാനിപ്പിക്കുന്ന ആയത്ത് എന്താ? എങ്കിൽ ആർക്കിത് ഫലം ചെയ്യുന്നറിയാം. ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ. മനിത്തബഅ ദിക്റ അവിടെ നമ്മൾ തുടങ്ങിയത്, അവിടെ കൂടെ അവസാനിപ്പിക്കുകയാണ് ക്ലാസ്. ആർക്കാണ് ഈ ഉപദേശം? ഇതിന്റെ താക്കീതുകളും മുന്നറിയിപ്പുകളൊക്കെ ആർക്ക് ഫലം ചെയ്യും? ഇന്നമാ തുൻദിറു, തീർച്ചയായും ഇത് ഫലം ചെയ്യുന്നത്, ഇതിന്റെ താക്കീതുകൾ ഉപദേശങ്ങൾ ഫലം ചെയ്യുന്നത് ആർക്ക് മാത്രം? മനിത്തബഅ ദിക്റ. ഈ ദിക്റിനെ ഇത്തിബായ് ചെയ്യുക. ഏതാണ് ആ ദിക്ർ? ഇത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും. അതാ ഖുർആൻ. അതാണ് തബഉ ദിക്ർ എന്നാൽ ഈ ദിക്ർ ഖുർആനാണ്. ഈ ഖുർആനിനെ മരിക്കുന്നത് വരെ ആര് തുടരുന്നുവോ, അതിനാര് പഠിക്കുന്നുവോ, ആരതിന്റെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുന്നുവോ, അവസാന നിമിഷം വരെ അത് ആര് ചെയ്യുന്നുവോ, അവർക്ക് ഈ ഫലം, ഈ ഉപദേശം ഫലം ചെയ്യും എന്നാണ്. ഖുർആന്റെ ഉപദേശം ആർക്ക് ഫലം ചെയ്യും? ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക്, അതിനെ ഇത്തിബായ് ചെയ്യുന്ന ആളുകൾക്ക് അത് ഫലം ചെയ്യുന്നതാണ്.